നമസ്കാരം. 2026 ജൂൺ മാസം 2-ാം തീയതി വ്യാഴം തന്റെ ഉച്ചരാശിയായ കർക്കിടക രാശിയിലേക്ക് മാറുകയാണ്. ഈ രാശിമാറ്റം ഏതൊക്കെ കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതും അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാകാം. ഇടവക്കൂറിൽപ്പെടുന്ന കാർത്തിക, മുക്കാല്, രോഹിണി, മകീരത്താര് വരുന്ന ഇടവക്കൂറ് നക്ഷത്രക്കാർക്ക് വ്യാഴം ദുസ്ഥാനമായ 3-ലെ സ്ഥിതിശേഷമാണ് ഇവർക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ 3-ലെ വ്യാഴം ഇവരെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ ദൃഷ്ടി 7, 9, 11 ഭാവസ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ 7-ാം ഭാവം വിവാഹ പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും എല്ലാം നേരിടുന്ന ഒരു സാഹചര്യവും 9 ഭാഗ്യസ്ഥാനാധിപൻ. അതുകൊണ്ട് തന്നെ ഭാഗ്യം ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളും ഇവയെല്ലാം നേരിടുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നേട്ടങ്ങൾ, ലാഭങ്ങൾ ഇവയെല്ലാം മന്ദഗതിയിലാവുന്ന ഒരു സ്ഥിതിവിശേഷവും ഇവർക്ക് ഈ വർഷം അനുഭവിക്കേണ്ട ഒരു സാഹചര്യമാണ്. 3-ലെ വ്യാഴം എപ്പോഴും ഒരു മുറവിളി ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ്. അതായത് അവനവന്റെ വിഷമം പോലും മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ. അതുപോലെ എല്ലാ കാര്യങ്ങളിലും വളരെ ജാഗ്രത പുലർത്തുക. ഇവർക്ക് ഒരു തെറ്റ് ചെയ്യാനുള്ള പ്രേരണ ഈ വർഷം ഇവരെ തേടിയെത്തുന്നതാണ്. ആ തെറ്റിലേക്ക് പോകാതെ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. അല്ലെങ്കിൽ ആ ചെയ്യുന്ന തെറ്റിനെ ഒരു തെളിവ് അവശേഷിക്കും. ആ തെളിവ് ഇവരെ ഒരു പശ്ചാത്താപം ഇവയെല്ലാം വരുത്തി വെക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ വർഷക്കാലം. അതുകൊണ്ട് തന്നെ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ വർഷം വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. അടുത്ത കൂറിന് ചിങ്ങക്കൂറുകാരാണ്. ഇവരെ സംബന്ധിച്ച് വ്യാഴം, അതായത് മകം, പൂരം, ഉത്രം, കാൽ വരുന്ന ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം ദുസ്ഥാനമായ 12-ാം ഭാവത്തിലേക്കാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വ്യാഴം 4, 6, 8, 12-ലേക്ക് ദൃഷ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ 4-ാം ഭാവം കുടുംബത്തിൽ കലഹങ്ങളും അസ്വസ്ഥതകളും നേരിടുന്ന ഒരു സാഹചര്യം ആരോഗ്യപരമായും മാനസികമായും തളർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. വീഴ്ച, ആക്സിഡന്റ് ഇവയെല്ലാം വരുന്ന ഒരു സാഹചര്യം. അതുപോലെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെയധികം ജാഗ്രതയോടെ ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്കെതിരെ ഒരു അപവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഈ വർഷക്കാലം ഇവരെ തേടിയെത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ വർഷം പ്രാർത്ഥനയും ജാഗ്രതയോടെ മുന്നേറുക. അടുത്തത് വരുന്നത് ധനുക്കൂറുകാരാണ്. ധനുക്കൂറിന്ന് മൂലം, പൂരാടം, ഉത്രാടം, കാൽ വരുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലേക്കുള്ള വ്യാഴത്തിന്റെ സ്ഥിതി ഇവർക്ക് ധാരാളം
വലിയൊരു ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ആ വ്യാഴം 12-2-4, അതായത് അമിതമായി ചെലവുകൾ നേരിടുന്ന ഒരു സാഹചര്യം, വീഴ്ചകൾ, വാഹനം ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. ധനപരമായി ഈ വർഷം വളരെ ജാഗ്രതയോടെ നോക്കി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പൈസ ഇവർക്ക് ഒരുപാട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും മറ്റുള്ളവരുടെ ഒരു ചീത്തപ്പേര്, അപവാദം ഇവയെല്ലാം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അഷ്ടമത്തിലുള്ള വ്യാഴത്തിന്റെ ഒരു നല്ല വശം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായ സ്വത്ത് കിട്ടുന്ന ഒരു ഭാവം തന്നെയാണ് അഷ്ടമഭാവം. അപ്പോ ഈ വർഷം ഒരു പൂർവിക സ്വത്തുക്കൾ കൈവശം വരുവാനും മറ്റ് അപ്രതീക്ഷിതമായ എന്തെങ്കിലും ധനങ്ങൾ ഇവരെ തേടിയെത്തുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഈ വർഷമുണ്ട്. എന്നിരുന്നാലും മറ്റുള്ള കാര്യങ്ങളെ അപേക്ഷിച്ച് എല്ലാം ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. ആരോഗ്യപരമായും സാമ്പത്തികപരമായും ഇവർക്ക് ധാരാളം നഷ്ടങ്ങൾ വരുത്തി വെക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പുതിയ ഒരു കാര്യങ്ങളും ഈ വർഷം ഏറ്റെടുക്കാതിരിക്കുക, തുടങ്ങി വെക്കാതിരിക്കുക, ഇവയെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. അടുത്ത് വരുന്നത് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവിട്ടമര, ചതയം, പൂരുട്ടാതി, മുക്കാൽ വരുന്ന കുംഭക്കൂറുകാർക്ക് 6-ാം ഭാവത്തിലുള്ള വ്യാഴത്തിന്റെ സ്ഥിതി, ഈ വ്യാഴം 10-12-2 ദൃഷ്ടി, 10-ാം ഭാവം കർമ്മരംഗമാണ്. കർമ്മസ്ഥാനം എല്ലാം മന്ദഗതിയിലാവുന്ന ഒരു അവസ്ഥയും അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് കിട്ടാത്തൊരു വർഷക്കാലം തന്നെയാണ്. ജോലി ചെയ്യുന്നതിനുള്ള പ്രതിഫലവും കിട്ടാതെ വരിക, ധനപരമായും ധാരാളം ചെലവുകൾ, ധനനഷ്ടങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗം മുഖേന ധനനഷ്ടങ്ങൾ, ഇവയെല്ലാം നേരിടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ കൃത്യമായി അത് രോഗം നിർണയിച്ച് വലിയൊരു മാരകമായ ബുദ്ധിമുട്ടിലോട്ട് പോകാതെ കൃത്യസമയത്ത് തന്നെ രോഗനിർണയം നടത്തി മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. ഇത്രയും കൂറുകാർ, അതായത് ഇടവക്കൂറ്, ചിങ്ങക്കൂറ്, ധനുക്കൂറ്, കുംഭക്കൂറ്, ഇത്രയും കൂറുകാരെ ഈ വർഷം വിഷ്ണു പ്രീതി വരുത്തേണ്ടതാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം, കദളിപ്പഴം, വെണ്ണ ഇവയെല്ലാം സമർപ്പിക്കുക, തുളസിമാല ചാർത്തുക, അതുപോലെ പുരുഷ സൂക്താർച്ചന ചെയ്യുക. ഈ വർഷം വ്യാഴത്തെ ഭജിക്കുക, വിഷ്ണു സഹസ്രനാമം, ഗുരുവായൂർ ക്ഷേത്ര ദർശനം ഇവയെല്ലാം ചെയ്ത് വിഷ്ണു പ്രീതി വരുത്തി ഈ വർഷം ഈ ദോഷകാഠിന്യത്തെ കുറയ്ക്കുവാനായി കൃത്യമായ ജാഗ്രത പുലർത്തി തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.